സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് നാം ഈ നാളുകളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന അന്ത്യകാല യുദ്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കുറിവാക്യമായി എടുത്ത പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു. ആ സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ഈ ഇസ്രയേൽ ഇറാൻ യുദ്ധം അതേതാണ്ട് 3 വർഷത്തോളം അടുക്കുന്നു. യുദ്ധം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു. പക്ഷേ ഇസ്രയേൽ ഇപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ യുദ്ധങ്ങളെക്കുറിച്ചുള്ളതും അത് 83-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അതിൻ്റെ സമയം എപ്പോഴാണ് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തയും അത് നമ്മൾ പഠിച്ചു വന്നപ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ നിന്നും 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ട ഇവിടെ വന്ന 4 സാമ്രാജ്യങ്ങളും അതിലെ 3-ാമത്തെ സാമ്രാജ്യമാകുന്ന ഗ്രീക്ക് സാമ്രാജ്യത്തിന് 4 തലയുണ്ടായിരുന്നെന്നും അത് 4 രാജ്യമായിട്ട് ആ രാജ്യം പിരിയുമെന്നും ആ ഒരു രാജ്യത്തിൽ നിന്നും ആ 4 രാജ്യത്തിലെ ഒരു രാജ്യത്തിൽ നിന്നും വിക്രമനും ഉപായബുദ്ധിയുമുള്ള ഒരാൾ എഴുന്നേൽക്കുമെന്നും അദ്ദേഹം നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും ഇല്ലാതാക്കി ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഭരണമുണ്ടാകുമെന്നും നമ്മൾ ചിന്തിച്ചു. അതുമാത്രമല്ല, ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആൾ അതിൻ്റെ നിഴലായി BC 168 വന്നത് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിലെ അന്ത്യോക്യസ് എപ്പിഫാനസ് ആണെന്നും BC 168 യെരുശലേം ദേവാലയത്തിൽ പന്നിയെ യാഗം കഴിച്ചു, സെമൂസിൻ്റെ പ്രതിമ സ്ഥാപിച്ചു, അവിടെ ചെയ്യാവുന്ന ദ്രോഹങ്ങളെല്ലാം ചെയ്തു. എന്നാൽ അത് BC 168 കഴിഞ്ഞു എങ്കിലും വീണ്ടും യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ശിഷ്യഗണങ്ങളോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ രാജ്യം നോക്കിയിരിക്കുകയല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്നാണ് രാജ്യം സ്ഥാപിച്ചു തരുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറയുന്നു. അങ്ങനെ ഏകദേശം 14 ലക്ഷണങ്ങൾ പറഞ്ഞതിൽ 15-ാമത്തെ വാക്യത്തിൽ, മത്തായി 24-ന്റെ 15-ാമത്തെ വാക്യത്തിൽ 10-ാമത്തെ ലക്ഷണം പറയുന്നുണ്ട്. അത് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ പോലെ ശൂന്യമാകുന്ന മ്ലേച്ഛാബിംബം നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കും. അതിനെക്കുറിച്ച് തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിലും അവൻ ദേവാലയത്തിലിരിക്കും, ദൈവമെന്നും പൂജാവിഷയം നടിച്ച് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായിരിക്കുമെന്നുള്ള ഭാഗവും നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് വന്നു പോയെങ്കിലും അതതിൻ്റെ 1-ാം പദ അർത്ഥമായിരുന്നു, അല്ലെങ്കിൽ നിഴലായ വരവായിരുന്നു. അതിൻ്റെ ഒറിജിനൽ വരവ് ആൻറ്റി ക്രൈസ്റ്റ് ഇനിയും വരുവാനിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹം ഒരു സിറിയൻ വംശനായിരിക്കാം. കാരണം അവിടെ പറയുന്നുണ്ട് ഇത് അന്ത്യകാലത്തേക്കുള്ളതാണ് എന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ട്. അവിടെ എല്ലാം പറയുന്നു ഇത് അന്ത്യകാലത്തേക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഒന്ന് വരച്ച് കാണിച്ചെങ്കിലും ഇതുപോലെ ഒരു സംഭവം ഒറിജിനൽ അന്ത്യകാലത്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളതാണ് ദൈവം കാണിച്ചത്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു സിറിയൻ വംശനാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അത് കഴിഞ്ഞ് 8-ാം അധ്യായത്തിലെ മേദ്യപെർഷ്യയും ഗ്രീക്കുമായിട്ടുള്ള യുദ്ധങ്ങളും ആക്രമണങ്ങളും പറഞ്ഞിട്ട് 8-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു ഈ അലക്സാണ്ടർ രാജ്യം 4ആയി പിരിയും, അതിൽ നിന്നും ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി വരുമെന്നും അവിടെ ന്യായവിസ്താര സഭയിരുന്ന് അവൻ കാലവും കാലങ്ങളും കാലാംശവും എന്ന് വെച്ചാൽ 3.5 വർഷം കഠിനമായി ഇസ്രയേൽ ജനത്തെ ഉപദ്രവിക്കുമെന്നും അതിൻ്റെ അവസാനം ന്യായവിസ്താര സഭയിരുന്ന് അവനെ ന്യായം വിധിച്ച് ഇല്ലാതാക്കുമെന്നും ഇങ്ങനെയാണ് കാര്യങ്ങളുടെ സമാപ്തി എന്നുമാണ് ദാനിയേലിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഭാഗവും നമ്മൾ അത് കഴിഞ്ഞ് 8-ാം അധ്യായത്തിൽ, അത് കഴിഞ്ഞിട്ട് 11-ാം അധ്യായത്തിലെല്ലാം ഇത്രയും വിശദമായിട്ട് ദൈവം ഇത് വിവരിക്കണമെങ്കിൽ ഈ ആൻറ്റി ക്രൈസ്റ്റ് ഏത് ഭാഗത്ത് നിന്നും ഏത് രാജ്യത്തു നിന്നും വരുന്നെന്നുള്ളത് ദൈവജനത്തെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ഇത്രയും ബന്ധപ്പാട് നടത്തിയത്. സൃഷ്ടിപ്പിനെക്കുറിച്ച് ദൈവം ഒറ്റ അധ്യായമേ ഉപയോഗിച്ചുള്ളൂ മെയിനായിട്ട്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. അതേസമയം സമാഗമന കൂടാരത്തെക്കുറിച്ച് 13 അധ്യായങ്ങൾ എടുത്തിട്ടുണ്ട്. അതേസമയം ആൻറ്റി ക്രൈസ്റ്റ് എവിടെ നിന്ന് വരണമെന്നുള്ളതിന് ദാനിയേൽ പ്രവചനം ഏതാണ്ട് 7, 8, 9, 10, 11, 12 ഇങ്ങനെയാണ്ട് 6 അധ്യായങ്ങളാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് ഒരു സിറിയൻ വംശനോ സിറിയൻ ബേസുള്ളയാളാണെന്നോ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇനിയും അദ്ദേഹത്തിൻ്റെ ഭരണകാലം നമ്മളൊക്കെ പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന പലരും ഒരുപക്ഷെ ഈ മെസ്സേജ് അറിയാമെന്നവരായിരിക്കും, കേട്ടിട്ടുള്ളവരായിരിക്കും. എങ്കിലും
ഞാനിത് ഓർഡറിലെടുത്ത് പോകുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇതാദ്യമായിട്ട് കേൾക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഓർഡറായിട്ട് എടുത്ത് പോകുന്നത് കൊണ്ട് ഈ ഭാഗം എനിക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ടും ഇന്ന് ഞാൻ ആ ഭാഗം എടുക്കുകയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം 7 വർഷമാണെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെ നിന്നാണ് ഈ 7 വർഷം എന്നുള്ള കണക്ക് വരുന്നെന്നുള്ളത് കൃത്യമായിട്ടൂടെ പഠിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സബ്ജക്റ്റ് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണകാലം 7 വർഷം എന്ന് പറയുന്നതിൻ്റെ ബേസ് എന്താണ്, അടിസ്ഥാനം എന്താണ്. അതിനുവേണ്ടി ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് ഞാനിന്ന് പോകുകയാണ്. കൽദയ രാജാവായി തീർന്നവനും മേദ്യ സന്തതിയുള്ള അഹശ്വേരോശ് രാജാവിൻ്റെ മകനുമായ ദരിയാവേശിൻ്റെ 1-ാം ആണ്ടിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാപ്രവചനമുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്നും ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനവും കൂടി അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. എന്നിട്ട് അവിടെ നമ്മൾ 5-ാം വാക്യത്തിലേക്ക് ഞാൻ പറയുന്നത്, ഞങ്ങൾ പാപം ചെയ്തു വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ദാനിയേൽ ദൈവത്തോട് വളരെ വിശദീകരിച്ച് പറയുകയാണ്, ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചുമില്ല. കർത്താവേ, അങ്ങയുടെ പക്കൽ നീതിയുണ്ട്, ഞങ്ങൾക്കും ഇന്നുള്ളതുപോലെ ലജ്ജയാത്രേ. അങ്ങയോട് ദ്രോഹിച്ചിരിക്കുന്ന ദ്രോഹം ഹേതുവായി നീ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും സമീപസ്ഥരും ദൂരസ്ഥനുമായ യഹൂദാ പുരുഷന്മാർക്കും യെരൂശലേം നിവാസികൾക്കും എല്ലാ ഇസ്രായേലിനും തന്നെ അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. ഇനിയും അടുത്തത് അദ്ദേഹം പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കാൻ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടത് തന്നെ. എല്ലാവർക്കും വേണ്ടി ദാനിയേൽ ഉപവസിച്ച് രട്ടിലിരുന്ന് വെണ്ണീറിലിരുന്ന് കരയുകയാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്, ഞങ്ങളോ യഹോവയോട് മത്സരിച്ചു, ദൈവത്തോട് മത്സരിച്ചു. 10-ാം വാക്യം, അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകൻ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചുമില്ല. ഇതാണ് ഇവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്നുള്ളത്. ദാനിയേൽ ദൈവത്തിന് മുൻപിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക. കാരണം ഒരു 70 ആഴ്ചവട്ടം കഴിയുമ്പോൾ ഒരു വിടുതൽ ഉണ്ടാകും എന്ന് ദാനിയേൽ മനസ്സിലാക്കി. യിരെമ്യാപ്രവാചകൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ദാനിയേൽ ഇങ്ങനെ നിരന്തരമായിട്ട് തൗറാത്ത് അല്ലെങ്കിൽ പഴയ നിയമം, പഴയ നിയമമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നയാളായിരുന്നു. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദാനിയേലിന് ഈ ദർശനം കിട്ടുന്നത്. ഇവരെ ചെതറിക്കുന്നുള്ള 2 ദിനവൃത്താന്തം 36-21 വരുമ്പോൾ 70 സംവത്സരം ദേശം ശൂന്യമായി കിടക്കുമെന്നും ശബത്ത് ആചരിക്കുമെന്നും ഒക്കെ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി ലേവ്യാപുസ്തകം 26-33 വരുമ്പോൾ എസെക്കിയേൽ 6-8, നെഹമ്യാവ് 1-8, സങ്കീർത്തനം 44-11, അതുപോലെ തന്നെ എസ്തേർ 3-8, എസെക്കിയേൽ 36-19, സക്കറിയാവ് 1-12, ഈ ഭാഗത്തെല്ലാം വരുമ്പോൾ ഈ 70 വർഷത്തെക്കുറിച്ച് ഇവരുടെ ചിതർപ്പീരിനെ കുറിച്ച് നമുക്ക് കാണാം. ഈ ആവർത്തന പുസ്തകം 28-1 മുതൽ 14 വരെയുള്ള 14 വാക്യങ്ങളാണ് അനുഗ്രഹ വാക്യങ്ങൾ. ആവർത്തനം 28-15 മുതൽ 69-ാം വാക്യം വരെ 44 വാക്യങ്ങളാണ് ശാപത്തിൻ്റെ വാക്കുകൾ. ദൈവമായ കർത്താവ് അവിടെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ഇവരുടെ സ്വഭാവം, ഇവരുടെ രീതിയും ഒക്കെ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ പലർക്കും ചോദിക്കാം എന്തിനാ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തെന്ന്. അതിന് മറുപടിയുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ 28-36 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയാത്ത ജാതിയുടെ അടുക്കലേക്ക് നിങ്ങൾ പോകേണ്ടി വരും, എൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ. ഇതൊക്കെ നമുക്ക് നിഴലായി വെച്ചിരിക്കുന്ന കൂടെ കാര്യങ്ങളാണ്. അങ്ങനെ അവർ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം അവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ വിളിച്ച് ബാബിലോണിലേക്ക് അയക്കുകയാണ്.
അതാണ് അവർ 70 വർഷമോടെ കഴിയുന്നത്. അങ്ങനെ 68 വർഷം അടുക്കുമ്പോഴാണ് ദാനിയേൽ ഈ യിരെമ്യാ പ്രവാചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 70 വർഷമാണ് ഇവരുടെ പ്രവാസകാലമെന്ന് മനസ്സിലാക്കുന്നത്. അത് കഴിയുമ്പോൾ ഒരു വിടുതലുണ്ടെന്നാണ് അദ്ദേഹം ധരിച്ചത്. പ്രവർത്തന പുസ്തകം 22:44 ദൈവം പിന്നെ രണ്ടാമത് പറയുന്നുണ്ട്. അവിടെയും അറിയായിരുന്നു ഇവർ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുമെന്നും ഒറ്റിക്കൊടുക്കുമെന്നും ഒക്കെ അറിയായിരുന്നു. എൻ്റെ വഴികളും എൻ്റെ ഉപദേശങ്ങളും കേട്ടനുസരിക്കാതെ ജീവിച്ചാൽ ഞാൻ നിങ്ങളെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. ഇത് AD 70 ചിതറിയിലാണ് 150-ലധികം രാജ്യങ്ങൾ ചിതറിച്ച്. ഇതൊക്കെ ഞാൻ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എങ്കിലും ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർപ്പിക്കേണ്ടി വരുന്നതുണ്ട്. അത് ഈ കാര്യങ്ങളൊന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ദാനിയേൽ പ്രവചനം ഇപ്പോൾ 9-ാം അധ്യായമാണല്ലോ വായിച്ചത്. അങ്ങനെ ദാനിയേലിന് ഒരു 70 വർഷത്തെ കണക്കുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ദാനിയേൽ അതിനുവേണ്ടി ഉപവസിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം ഓർത്തുകൊണ്ട് പറഞ്ഞോട്ടെ, ഇവരുടെ 70 വർഷം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അത് കൃത്യമായും ദൈവം പറഞ്ഞ പോലെ അത് ഇവരെ വർഷം കഴിയുമ്പോൾ ഇവരെ തിരിച്ചു വിടുകയാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ 2 എപ്പിസോഡ് മുമ്പ് പറഞ്ഞിരുന്നു, ഇവർ 2 ഗ്രൂപ്പായിട്ടാണ് ബാബിലോണിലേക്ക് വരുന്നത്. മെയിനായിട്ട് 3 ഗ്രൂപ്പ് വന്നു, പക്ഷേ 2 ഗ്രൂപ്പാണ് മെയിനായിട്ട് വന്നത്. ആ 2 ഗ്രൂപ്പ് അതേപോലെ 70 വർഷം കഴിയുമ്പോഴാണ് 2 ഗ്രൂപ്പിനെയും 2ആയിട്ടാണ് മടക്കി അയക്കുന്നത്. ആഴമായ സത്യമാണ്. അങ്ങനെ ഇവരെ ബാബിലോണിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ വേറൊരു മർമ്മം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 70 വർഷം ഇവരെ ബാബിലോണിട്ട് അയച്ച് 70 വർഷം തീരാറാകുമ്പോഴല്ലേ ദാനിയേൽ യിരെമ്യാ പ്രവചനത്തിൽ നിന്നും ഈ 70 വർഷത്തെ കാലക്കണക്ക് കാണുന്നത്. അപ്പോൾ ദാനിയേൽ സന്തോഷിച്ചു, ഞങ്ങളുടെ തിരിച്ചുപോക്കൊക്കെ അടുത്തല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ദൈവം 7x70 ഒരു കണക്ക് ദാനിയേലിനെ പഠിപ്പിക്കുന്നത്. ആ കണക്ക് കണ്ട് ഇവൻ നമ്മൾ പോലും ഞെട്ടിപ്പോവുക. ഒരു 70 വർഷം കഴിയുമ്പോൾ ഇവർക്ക് വിമോചനമുണ്ട്. അപ്പോഴാണ് ദൈവം പറയുന്നത്, ദാനിയേലേ, നീ കണ്ട 70-നകത്ത് വേറെ ചില മർമ്മങ്ങളുണ്ട്, അത് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഗബ്രിയേൽ ദൂതൻ വരുന്നത്. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനോട് പിന്നെ 7x70 കണക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാവരും ഓർത്തിരുന്നോണം. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇസ്രായേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ദൈവത്തോട് പാപം ചെയ്തിരിക്കാൻ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ദാനിയേലിന് കൃത്യമായിട്ടും മനസ്സിലായി. ദാനിയേലിന് ഈ ന്യായപ്രമാണവും ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകവും ആവർത്തന പുസ്തകമൊക്കെ നല്ലവണ്ണം അറിയാം. ദാനിയേൽ അപ്പോഴോർത്തു, ഇത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 44 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ശാപമാണ്. അതുകൊണ്ടാണ് ദാനിയേൽ ഏറ്റുപറഞ്ഞ്, ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ഞങ്ങളും എല്ലാം പാപം ചെയ്തു. ഇനിയും 12-ാം വാക്യം, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഞങ്ങൾക്കും ഈ അനർത്ഥമൊക്കെയും വന്നിരിക്കുന്നു. ഞങ്ങൾക്കും വന്നു, കാരണം ഞങ്ങളും അനുസരിച്ചില്ല. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടുതിരിഞ്ഞ് അങ്ങയുടെ സത്യത്താൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ കൃപയ്ക്കായി യാചിച്ചില്ല. ഈ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മളിൽ ഇന്ന് പലർക്കും ഇതൊക്കെയാ പ്രശ്നം. എല്ലാം അറിയാം, പക്ഷെ ദൈവസേനയിൽ കുറ്റം ഏറ്റുപറഞ്ഞ് യാചിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കില്ലായിരുന്നു എന്ന് ദാനിയേൽ മുട്ടുകുത്തി കരഞ്ഞ് ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് യഹോവയെ അനർത്ഥത്തിനായി ജാഗരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും നീതിമാനാകുന്നു. ഈ ഒരു വാക്യവും മറന്നു പോകൽ. ഇത്ര ജ്ഞാനിയായ ദാനിയേൽ ദൈവത്തോട് പറയുകയാണ്, എല്ലാ പ്രവൃത്തിയിലും നീതിമാനാണ് ദൈവം. നമുക്കാണ് സംശയം, ദൈവം എന്തിനാ യുദ്ധം നടത്തുന്നത്? ദൈവത്തിന് യുദ്ധം അങ്ങ് നിർത്തിക്കൂടായിരുന്നോ? എന്തിനാ സാത്താനെ ഇങ്ങോട്ട് വിട്ടത് എന്നൊക്കെ നമ്മൾ പല ക്വസ്റ്റ്യൻസും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ദാനിയേൽ, ഇത്ര വലിയ ദർശനങ്ങൾ കണ്ട ദാനിയേൽ, ആ ദാനിയേൽ പറയുകയാണ്, യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും നീതിമാനാകുന്നു. എല്ലാത്തിനും ഉദ്ദേശമുണ്ട്, എല്ലാത്തിനും അർത്ഥങ്ങളുണ്ട്. അല്ല നിങ്ങളുടെ കൊച്ചു മനസ്സിൽ തോന്നുന്ന ദൈവമുണ്ടോ? പിശാചിനെ എന്തിനാ അയച്ചത്? യുദ്ധങ്ങൾ എന്തിനാ നടത്തുന്നത്? ദൈവം കൊല്ലുന്ന ദൈവമാണോ? ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും എൻ്റെ വചനം കേട്ടനുസരിച്ചില്ല. 15-ാം വാക്യം, നിന്റെ ജനത്തെ ബലമുള്ള കൈകൊണ്ടും മിസ്രയീം ദേശത്തും കൊണ്ടുവന്നു. ഇന്നുള്ളതുപോലെ അങ്ങയ്ക്കൊരു നാമം ഉണ്ടാക്കിയവനായി ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ പാപം ചെയ്ത് ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു.
ഇനി ഞാൻ അതിൻ്റെ 18-ാം വാക്യം, എൻ്റെ ദൈവമേ ചെവി ചായ്ച്ച് കേൾക്കണമേ, കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ, യെരൂശലേമിനെ കടാക്ഷിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ നീതി പ്രവർത്തികളിലല്ല അങ്ങയുടെ മഹാകരുണയിൽ അത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. ദാനിയേൽ കരഞ്ഞ് അയ്യം വിളിച്ച് പിതാക്കന്മാരുടെ കുറ്റങ്ങളും എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ദാനിയേൽ കരയുകയാണ്. എന്നിട്ട് 18-ാം വാക്യം, എൻ്റെ ദൈവമേ ചെവി ചായ്ച്ച് കേൾക്കണമേ, കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും അങ്ങയുടെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ നീതി പ്രവർത്തികളിലല്ല അങ്ങയുടെ കരുണയിൽ അത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. എൻ്റെ ദൈവമേ അങ്ങയെ തന്നെ ഓർത്ത് താമസിക്കരുതേ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നുവല്ലേ. എങ്ങനെയെങ്കിലും ഈ തീക്കുണ്ടത്തിൽ നിന്നും ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ഇവരെ അവിടെ അടിമവേല ചെയ്യുക, രാജാവിൻ്റെ പാനപാത്രവാഹകന്മാരായും അവിടുത്തെ റാണിമാർക്ക് ശുശ്രൂഷ ചെയ്തും അവിടെ വിറക് വെട്ടിയും ഒക്കെ ഇവർ ജീവിക്കുക. അതല്ല ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് പറ്റിയതാ. ഇവരങ്ങനെ ജീവിക്കേണ്ട ജനമല്ല, ദൈവം സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. 21-ാം വാക്യം, അങ്ങനെ ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിപ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരിക്കുന്ന സമയം ദർശനത്തിൽ ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്തെ എന്നോട് അടുത്ത് വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞു, എന്നാൽ ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനായിരിക്കാൻ നിന്റെ യാചനയുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. ഇനിയുമാണ് അവിടെ പറയുന്നത്, അതിക്രമത്തെ തടസ്സം ചെയ്ത്, ഇവിടെ 6 കാര്യങ്ങളാണ് പറയുന്നത്. 1, അതിക്രമത്തെ തടസ്സം ചെയ്യണം. 2, പാപങ്ങളെ മുദ്രയിടുവാനും. 3, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും. 4-ാമത്തേത് ദർശനവും പ്രവചനവും മുദ്രയിടുവാനും. 5-ാമത്തേത് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും, എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക്, ദാനിയേലിൻ്റെ ജനം യഹൂദന്മാർ, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 വർഷത്തെക്കുറിച്ച് ഒരു കണക്ക് യിരെമ്യാ പ്രവചനത്തിൽ കണ്ടിട്ടാണ് ഇപ്പോൾ അടുത്ത കാലത്ത് വിടുതലുണ്ടല്ലോ എന്ന് ചിന്തിച്ച് ദാനിയേൽ സന്തോഷിച്ച് ഈ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് എത്രയും പെട്ടെന്ന് ആ വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേലിനെ ദൈവം വിട്ടിട്ട് ദാനിയേലിന് അടുത്ത ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. 70 ആഴ്ചവട്ടം നിങ്ങൾക്ക് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ 70 വർഷമല്ല, അത് കഴിയാറായി. ഇനി ഒരു 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്കൂടെ നിനക്കും നിന്റെ ജനത്തിനും യെരൂശലേമിനും വേണ്ടി ഞാൻ നിയമിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്ക് മനസ്സിലാക്കി തരാം. എന്നിട്ടാണ് പറയുന്നത് 6 കാര്യങ്ങൾ അവിടെ പറയുകയാണ്. 25-ാം വാക്യം, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. അപ്പോൾ ഇതിനൊരു 3 ഡിവിഷൻ കൊടുക്കുക 70 ആഴ്ചവട്ടത്തിന്. യെരൂശലേം ദേവാലയത്തെ പുതുക്കി പണിയണം. കാരണം അത് നെബൂഖദ്നേസർ ചെന്ന് തീയിട്ട് നശിപ്പിച്ച് കൊള്ളയടിച്ച് അത് നശിപ്പിച്ച് കിടക്കുക. അവിടെ ആരാധനയുമില്ല, കാര്യങ്ങളുമില്ല, എല്ലാം അവതാളത്തിലായി കാട് പിടിച്ച് കുറുനരികൾക്കിരയായിട്ട് കിടക്കുന്ന ഒരു അതിലെല്ലാം ഇടിഞ്ഞ് പുല്ലും ചെടിയും എല്ലാം കിളുത്ത് ആകെ ഒരു അവതാളത്തിലായിപ്പോയി. കാരണം ദൈവം ഇവരെ വെറുത്തു. ഇവരുടെ കയ്യിലിരിപ്പതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശമരിയ സ്ത്രീ പ്രതീകമായി പറയുന്നു, നീ 5 ദേവന്മാരെ കൊണ്ടുവന്ന് നീ ഇവിടെ. ഈജിപ്തിലെ ഒരു രാജകുമാരിയെ ശലോമോൻ കല്യാണം കഴിച്ച് അവൾ ഈജിപ്തിൽ നിന്ന് കുറേ ദൈവങ്ങളെ കൊണ്ടുവന്നു. പിന്നെ ആഹാബ് രാജാവ് യദ്ബാലിൻ്റെ മകളായ ഈശ്വബലിനെ കല്യാണം കഴിച്ചു. യദ്ബാൽ എന്ന് പറഞ്ഞാൽ ബാലിൻ്റെ അപ്പൻ്റെ കൊച്ചുമോളെന്നൊക്കെ അതിനർത്ഥം വരുന്നത്. അപ്പോൾ അവള് സോറിൽ നിന്നും, ഭൂമിയിലെ 2 പ്രധാന ആരാധനാ കേന്ദ്രങ്ങളാണ്, ഒന്ന് ബാബിലോണും മറ്റേത് സോറും. അവൾ സോറിൽ നിന്ന് ഈ ബാലിനെയും അങ്ങനെയുള്ള എല്ലാത്തിനെയും അവളും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ മോസ്റ്റ്ലി ഇസ്രയേൽ പാപത്തിലായി. അതാണ് പറഞ്ഞത്, നീ എൻ്റെ ഭാര്യയല്ല, നീ അനേകം ജാരന്മാരെ സ്വീകരിച്ചു എന്ന് ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാമിൽ ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോട്ടെ, ആ സബ്ജക്റ്റ് അല്ലല്ലോ ഇവിടെ. അപ്പോൾ
ഇവിടെ ആദ്യത്തെ ഡിവിഷൻ ഒരു 7 ആഴ്ചവട്ടമാണ്. ഈ നശിച്ചു കിടക്കുന്ന യെരുശലേം ദേവാലയത്തെ പുതുക്കി പണിയണം. അതിന് ദൈവം കോരശ് രാജാവിൻ്റെ മനസ്സുണർത്തി എന്നാണ് എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും പറയാം, ആദ്യം കൽപ്പന കൊടുക്കുന്ന കോരശ് രാജാവാണ്. ഒരു സത്യം പറയാം, ഗ്രഹിക്കാൻ കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേൾക്കുക, മനസ്സുണ്ടെങ്കിൽ കേൾക്കുക, ഇല്ലെങ്കിൽ സാരമില്ല. എനിക്ക് ആവശ്യമില്ലാത്ത കമൻ്റ് ഒന്നും ഇടല്ലേ. കാരണം ഈ നിഴലും പൊരുളും ദൈവവചനങ്ങളും അറിയാൻ വയ്യാത്തവർ വന്ന് ചിലർ കമൻ്റ് ഇടുന്നുണ്ട്, ഇദ്ദേഹം ദൈവത്തെക്കാളും വലിയ പുള്ളിയാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ 1-2 കമൻ്റ് എനിക്ക് വന്ന്. സാരമില്ല, അവരുടെ അറിവുകേട് കൊണ്ടാണ്. നമ്മളിതൊക്കെ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്, ഏത് കമൻറ്റും ഇട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ഇടാവൂ. ഞാൻ ലൂക്കോസ് 8:10 പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വരൻ ലഭിച്ചവർക്ക് ഈ ഉപമയും നിഴലും പൊരുളും മനസ്സിലാകത്തുള്ളൂ. നിങ്ങളതൊന്നും എടുത്ത് വായിച്ചു നോക്ക്. ലൂക്കോസ് 8:10, മത്തായി 13 ആ വാക്യങ്ങളുണ്ട്. അവിടെ പറയുന്നത് മറ്റുള്ളവർക്ക്, ശേഷമുള്ളവർക്ക് കണ്ടിട്ട് കാണരുത്, കേട്ടിട്ട് ഗ്രഹിക്കരുത്. ദൈവമക്കളെ, അതുകൊണ്ട് നിങ്ങൾ ഈ മർമ്മങ്ങളും ആഴങ്ങളും നിഴലും പൊരുളും ഉപമയുടെ അർത്ഥമൊക്കെ പഠിക്കണം. ഉപമയുടെ അർത്ഥം പഠിക്കുന്ന ഉടനെ അതിനെ ആ പറയുന്ന വാക്കല്ല. ഇവിടെ തന്നെ ദാനിയേൽ പ്രവചനത്തിൽ 4 മൃഗം വന്നല്ലോ. മൃഗമാണോ? അതല്ലല്ലോ. 4 സാമ്രാജ്യമല്ലേ. 4ാമത്തെ മൃഗത്തിന് 10 കൊമ്പെന്ന് പറയുന്നു, അല്ലെങ്കിൽ 3ാമത്തെ മൃഗത്തിന് 4 തലയെന്ന് പറയുന്നു. ആ 4 തലയാണോ? അല്ലല്ലോ. അത് 4 രാജ്യങ്ങളല്ലേ. ലിസിമാക്കസ്, കസാഞ്ചർ, ടോളമി, അന്ത്യോക്യസ്. അപ്പൊ പിന്നെ അതെങ്ങനെ ആക്ഷരിക അർത്ഥമാകുന്നേ? ആക്ഷരിക അർത്ഥത്തിൽ എടുക്കേണ്ടത് പുതിയ നിയമ ഉപദേശങ്ങളാണ്. പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തി മുതൽ അങ്ങോട്ട് കിടക്കുന്ന ഉപദേശങ്ങളാണ് ആക്ഷരിക അർത്ഥത്തിൽ നമ്മൾ എടുക്കുന്നത്. അതേസമയം ഉപമകളും നിഴലും പൊരുളുമുള്ള കാര്യങ്ങളും ആക്ഷരിക അർത്ഥം എടുക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ദൈവമക്കൾക്ക് ചില ജ്ഞാനം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അറിവില്ലാത്തത്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഒരു 7 വർഷം നിയമിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. ഈ ദേവാലയത്തിൻ്റെ പണി സെരുബ്ബാബേലും എസ്രായും നെഹമ്യാവും ഇവരൊക്കെ പോയി അതിൻ്റെ പണി, ആത്മീയ ഉത്തേജനം നെഹമ്യാവ് പോയി കൊടുക്കുന്നു. സെരുബ്ബാബേൽ ദേവാലയത്തിൻ്റെ പണി നടത്തുന്നു. എസ്രാ പോയി മതിലിൻ്റെ പണിയൊക്കെ നടത്തുന്നു. അങ്ങനെ പല ഗ്രൂപ്പായിട്ട് ഇവർ പോയി. ഇവർ കഷ്ടപ്പെട്ട് സൻബല്ലത്ത്, തോബിയാവ്, മറ്റ് ജാതികൾ, ഇപ്പം ഈ പറഞ്ഞ ഈ 10 ജാതീയ കൂട്ടുകെട്ടിലെ പല ജാതികളും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കഷ്ടകാലങ്ങളിൽ തന്നെ ഇവർ ഈ 62 ആഴ്ചവട്ടം കൊണ്ട് ഇത് പണിയുന്നത്. 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. ഇനി അടുത്തത്, അപ്പം ഒരു 7 ആഴ്ചവട്ടം കഴിഞ്ഞു, ഒരു 62 ആഴ്ചവട്ടം കഴിഞ്ഞു. 7 + 62 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. ആ അഭിഷക്തനാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കേണ്ട ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോവുകയാണ്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 26 തൊട്ട് വായിക്കുകയാണ്. യഹോവ പിന്നെയും മോശയോട് അഹരോനോട് അരുളി ചെയ്തത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും. ഇസ്രായേൽ മക്കൾ എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറവീൻ, ഞാൻ കേൾക്ക നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്നാണ്. ദൈവം ആണയിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നെയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എൻ്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തുള്ള ദേശത്ത് കടക്കയില്ല. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. ഇവരെ ദൈവത്തിനെതിരായിട്ട് പിറുപിറുത്തി കഷ്ടങ്ങളും പ്രയാസവും ഒക്കെ അവർക്ക് തോന്നിയപ്പോൾ യാത്രയ്ക്കിടയിൽ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അമോന്യരും മോബാര്യം വരും, അങ്കരിമാലേക്കും ഒക്കെ പിടിച്ചുകൊണ്ട് പോകും, അവർ കൊള്ളയായിട്ട് പോകും, ആ കഷ്ടതയായിപ്പോയി ഇറങ്ങിത്തിരിക്കണ്ടായിരുന്നു ഈ ദൈവം എന്ന് പറയുന്ന ആളിൻ്റെ വാക്ക് കേട്ടെന്നൊക്കെ പിറുപിറുത്തു. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ 40 വർഷം കുഞ്ഞുകുട്ടികളെയും ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. നിങ്ങളോ നിങ്ങളുടെ ഈ ശവം മരുഭൂമിയിൽ വീഴും. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്യ വഹിക്കും.
ദേശം ഉറ്റുനോക്കിയ 40 ദിവസത്തിന് എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് ഒരു സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ചയെ അറിയും. അങ്ങനെ ദൈവം ഇവരിൽ നിന്നൊരു 40 വർഷത്തെ ഇവരെ മരുഭൂമിയിൽ കൊണ്ട് നടത്തുക. ഇവർ പിറുപിറുത്തതിന് ഇവർ 40 ദിവസം ഉറ്റുനോക്കാൻ എടുത്തു. ആ 40 ദിവസത്തെ ഒരു ദിവസത്തിന് ഒരു വർഷമായി കണക്കുകയാണ്. 40 ദിവസത്തെ 40 വർഷമായി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന് ഒരു വർഷം. അങ്ങനെ 40 ദിവസത്തിന് 40 വർഷം ദൈവം ഇവരിൽ അകന്നു നിൽക്കുക. ഇതാണ് പ്രവചനീയമായി നമ്മൾ പഠിക്കേണ്ട ഭാഗം. ഇനിയും അടുത്തത് ഞാൻ എസെക്കിയേൽ പ്രവചനം 4-ാം അധ്യായത്തിലേക്കൂടെ പോവുകയാണ്. എസെക്കിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, പിന്നെ നീ ഇടതുവശം ചരിഞ്ഞു കിടന്ന് ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അകൃത്യം അതിന്മേൽ ചുമത്തുക. നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവരുടെ അകൃത്യം വഹിക്കണം. ഞാൻ അവരുടെ അകൃത്യത്തിൻ്റെ സംവത്സരങ്ങളെ നിനക്ക് ദിവസമായി എണ്ണും. അങ്ങനെ 390 ദിവസം നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അകൃത്യം വഹിക്കണം. എസെക്കിയേലിനോട് ദൈവം പറയുക, ഒരു ദിവസത്തിന് ഒരു വർഷമെന്നുള്ള കണക്കാണ് അവിടെ വരുന്നത്. ഇത് തികച്ചിട്ട് നീ വലതുവശം ചരിഞ്ഞു കിടന്ന് യഹൂദ ഗൃഹത്തിൻ്റെ അകൃത്യം 40 ദിവസം വഹിക്കണം. ഒരു സംവത്സരത്തിന് ഒരു ദിവസം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പം ദൈവം നിയമിച്ച ഒരു കാര്യമാണ് ഈ ഒരു ദിവസമെന്ന് പറയുന്നത്. ഒരു വർഷമായിട്ടാണ് പ്രവചനീയമായിട്ട് ദൈവം കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 ദിവസമാണ്. അപ്പോൾ ഈ ആദ്യത്തെ 7 ആഴ്ചവട്ടത്തിന് 7 49 ദിവസമെന്ന് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 62 ആഴ്ചവട്ടമുണ്ട്. അപ്പോൾ ഈ 62 ആഴ്ചവട്ടത്തിന് 7 ദിവസം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 62 × 7 434 ദിവസമെന്ന് വരും. 7 × 7 49 ദിവസം, 62 × 7 434 ദിവസം. അങ്ങനെ ഈ 7 ആഴ്ചവട്ടം പ്ലസ് 62 ആഴ്ചവട്ടം കൂടുമ്പോൾ 69 ആഴ്ചവട്ടം വരുമല്ലോ. ഈ 69 ആഴ്ചവട്ടത്തിന് ടോട്ടൽ ദിവസം എന്ന് പറയുന്നത് 69 × 7 ഗുണിച്ച് നോക്കിക്കോ, 483 ദിവസം എന്ന് വരും. 483 ദിവസത്തെ പ്രവചനീകമായി നമ്മൾ 483 വർഷമായിട്ട് കാണണം. എന്ന് പറഞ്ഞാൽ യെരുശലേം ദേവാലയം പുതുക്കിപ്പണിവാൻ കോരേശ് രാജ കൽപ്പന കൊടുത്തത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ അഭിഷക്തൻ ഛേദിക്കപ്പെടും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെ 483 വർഷമാണ്. മേദ്യപർശ സാമ്രാജ്യത്തിൻ്റെ കണക്ക് ചരിത്രപരമായിട്ട് ഇച്ചിരി മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതിന് ഞാനൊന്നൊരു തെളിവ് പറയാം, ആരും വിമർശിക്കണ്ട. കണക്ക് നോക്കുന്നത് പെട്ടെന്ന് എളുപ്പമുണ്ടല്ലോ, റിഫറൻസ് ബൈബിളിൽ നോക്കിയാൽ മതി. നിങ്ങൾ 2-3 റിഫറൻസ് ബൈബിൾ കൈവശമുള്ളവരൊന്ന് ശ്രദ്ധിച്ചോണം. ഡെക്സിൻ്റെ റിഫറൻസ് ബൈബിളിൽ പറയുന്ന ആ കാലഘട്ടം അല്ല BC-യിൽ തോംസൺ റിഫറൻസ് ബൈബിൾ പറയുന്നത്. ഇത് രണ്ടുമല്ല ദാനിയേൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ അവർ കാൽക്കുലേറ്റ് ചെയ്യലുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ആദവും ഹവ്വയും പാപം ചെയ്ത ശേഷമുള്ള യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെയുള്ള കണക്ക് നമുക്ക് ബൈബിളിൽ നിന്ന് കൂട്ടിയെടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് ഇവരെ പ്രവാസത്തിൽ വിട്ടത് വരെയുള്ള കണക്ക് ബൈബിളിൽ നിന്ന് കൂട്ടി ഞാനൊരു 10, 30, 40 വർഷം മുൻപ് കൂട്ടി 2, 3, 4, 5 പ്രാവശ്യമൊക്കെ കൂട്ടിയും കുറച്ചും ഞാനത് മുഴുവൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചാർട്ട് ഇട്ട് തരാം. ഞാൻ കൈകൊണ്ട് എഴുതിയത് ഞാൻ ചാർട്ട് ഇട്ട് തരാം. അപ്പോൾ കറക്റ്റായിട്ട് വരുന്ന വർഷങ്ങൾ ഞാൻ അതിനകത്ത് പറഞ്ഞു തരാം. ഈ പറയുന്ന കണക്കും പ്രകാരം 70 വർഷം ഇവരെ ബാബിലോണിലേക്ക് വിട്ട് ആ 70 വർഷം കംപ്ലീറ്റ് ആക്കിയ ശേഷം സെരുബ്ബാബേൽ ദേവാലയം പണിയാൻ കോരേശ് രാജാവ് കൊടുക്കുന്ന കൽപ്പന മുതൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെ 483 വർഷമാണ്. എന്നുവെച്ചാൽ 69 ആഴ്ചവട്ടമാണ്. അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. പ്രീമിയർ റെഫറൻസ് ബൈബിളിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എൻ്റെ ബൈബിൾ പഠനത്തിൽ എനിക്ക് കിട്ടിയ കണക്കുമായിട്ട് കറക്റ്റ് ആകുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. യേശുവിൻ്റെ ജനനം പ്രീമിയർ ബൈബിൾ പേജ് 1177 പറയുന്നത് BC 4-നും 3-നും ഇടയിലാണ് യേശു ജനിച്ചെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്.
H.G. വെൽസ് എന്ന് പറയുന്ന വേദശാസ്ത്രി പറയുന്നത് BC 4-നും 3-നും ഇടയിൽ യേശുക്രിസ്തു ജനിച്ചു. ആ കാലഘട്ടത്തിൽ ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടാക്കിയപ്പോൾ വന്ന ഒരു മിസ്റ്റേക്ക് മൂലമാണ് ഇത് BC-യിലേക്ക് മാറിപ്പോയതെന്ന് H.G. വെൽസ് പറയുന്നു. എന്നാൽ സർ വില്യം റാംബെ പറയുന്നത് BC 6-നോടടുത്ത കാലത്താണ് യേശുവിൻ്റെ ജനനം. അപ്പോൾ 6-നോടടുത്ത കാലത്താണ് യേശു ജനിച്ചതെങ്കിൽ ശ്രദ്ധിക്കണം, യേശുവിൻ്റെ മരണം വരുന്നത് ഏകദേശം നമുക്കറിയാമല്ലോ ഒരു AD 27-ലായിരിക്കണം. കാരണം 33.5 വർഷമാണല്ലോ യേശു ഭൂമിയിൽ പരശുശ്രൂഷ ചെയ്തത്. അത് നമുക്ക് രേഖയുണ്ട് പുതിയ നിയമത്തിൽ. അതേസമയം BC 4-നും 3-നും ഇടയിലാണെങ്കിൽ AD 30-ഓടുകൂടി 30-30.5 ഒക്കെ അടുത്ത കാലത്തായിരിക്കണം യേശുവിൻ്റെ ക്രൂശീകരണം നടക്കുന്നത്. ഇത് കറക്റ്റായ പഠനമാണ്. ഈ കണക്കാണ് ബൈബിളിൽ നിന്ന് നമുക്ക് കൂട്ടിയെടുക്കാവുന്ന, ഒരു റിഫറൻസ് ബൈബിളും വേണ്ട, ആർക്ക് വേണമെന്നാലും കൂട്ടിയെടുക്കാം. ഇതിൻ്റെ ഭാഗങ്ങൾ ആർക്ക് വേണമെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഓരോ ഭാഗങ്ങളും പറഞ്ഞു തരാം. വാക്യങ്ങൾ എവിടെ കിടക്കുന്നത് നിങ്ങൾ കൂട്ടി നോക്കണമെന്ന്. അപ്പോൾ നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണകൾ ബൈബിളിലെ മാറിയും കിട്ടും. ചില കണക്കുകളുടെ ഒക്കെ തെറ്റിദ്ധാരണ മാറിക്കിട്ടും നമ്മൾ തന്നെ കൂട്ടി പഠിക്കാമെങ്കിൽ. ഓക്കെ, അങ്ങനെ കോരേശിൻ്റെ വാഴ്ചയിലെ ആദ്യകാലത്ത് സെരുബ്ബാബേലിനും മറ്റും അല്ലെങ്കിൽ ഇവർക്ക് ദേവാലയം പണിയാൻ കൊടുത്ത കൽപ്പന, കോരേശിൻ്റെ കൽപ്പന മുതൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെ 483 വർഷമാണ്. അത് കറക്റ്റായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് കൂട്ടിയെടുക്കാം. പിന്നെ നമ്മൾ ദാനിയേൽ വായിക്കുന്നു, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവനും ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടു കൂടി ആയിരിക്കണം. ഈ പ്രളയമാണ് നമ്മൾ പറയുന്ന പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. അത് തിരമാലയല്ലെന്നും അതൊരു ദുഷ്ടജനത്തിൻ്റെ കൂട്ടുകെട്ടാണെന്ന് അവർ ചെളിയും ചേറും കടൽ തിരമാല സുനാമി പോലെ ലോകത്തിലേക്ക് വാരിയെറിഞ്ഞ് ഭീകരപ്രവർത്തനം ചെയ്ത് ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യുന്നു. ലോകത്തിൽ ദൈവസഭകളെയും ദൈവദാസന്മാരെയും ഇല്ലായ്മ ചെയ്യുന്നു. ഒരു ചെളിയും ചേറുമായിട്ട് ഒരു കടൽത്തിര പോലെ സുനാമി പോലെ വരുമെന്നും അങ്ങനെ അവസാനം ഈ ആൻറ്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന ആളിൻ്റെ ജീവിതം, അവൻ്റെ അവസാനം ഒരു വലിയ പ്രളയത്തോടുകൂടി അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തോടുകൂടിയും അതിനുശേഷം ഒരു പ്രക്ഷോഭത്തോടുകൂടിയും അവൻ ഈ ഭൂമിയിൽ നിന്നില്ലാതാകും. ദൈവം അവനെ തീക്കുണ്ടത്തിലേക്ക് വിടുമെന്നാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് അവൻ്റെ പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ നശിപ്പിക്കും. അവൻ്റെ അവസാനം ഈ പ്രഭുവിൻ്റെ, അതാണ് ആൻറ്റിക്രൈസ്റ്റ്, ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോടെ യുദ്ധമുണ്ടാകുന്നു. ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ശൂന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യഹൂദന് ശൂന്യാവസ്ഥയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് യെരുശലേം ദേവാലയത്തിൻ്റെ രണ്ടാമത്തെ, എന്നുവെച്ചാൽ മന്ദിരത്തിനകത്തെ രണ്ടാമത്തെ, ഒന്നാമത്തേത് മറശ്ശീല, രണ്ടാമത്തേത് തിരശ്ശീല. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇതിനെ മറശ്ശീലയെന്നും തിരശ്ശീലയെന്നും അല്ല പറഞ്ഞിരുന്നത്. എബ്രായ ലേഖനം 9:2 നമുക്ക് കാണാം. അവിടെ പറയുന്നത് ഒന്നാം തിരശ്ശീലയെന്നും രണ്ടാം തിരശ്ശീലയുമെന്നാണ്. അതൊക്കെ ദൈവമക്കൾക്ക് ഒത്തിരി സംശയം തരുന്ന ഭാഗങ്ങളാണ്. ഇവിടെ പറയുന്ന ഈ രണ്ടാം തിരശ്ശീല യേശുക്രിസ്തു നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായിക്കുമ്പോൾ അല്ലെ ജീവനെ വെടിയുമ്പോൾ ദേവാലയത്തിൻ്റെ തിരശ്ശീല, നാലാമത്തെ ദേവാലയമാകുന്ന ഹെരോദാവിൻ്റെ ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. എന്താ കാര്യം? കാരണം ആ ദേവാലയത്തിലെ ശുശ്രൂഷ നിർത്തി. അപ്പോസ്തലപ്രവൃത്തി 7:48-ലും 14-ലും ഒക്കെ പറയുന്നുണ്ട്, മോസ്റ്റ് ഹൈ ഡസ് നോട്ട് ലീവ് ഇൻ ഹൗസസ് മെയ്ഡ് ബൈ മെൻ. മനുഷ്യൻ ഉണ്ടാക്കുന്ന കൈപ്പണിയായ ദേവാലയത്തിലെ വാസം ദൈവം നിർത്തി. എന്നിട്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യഹൃദയങ്ങളിലേക്ക് 5-ാമത്തെ ദേവാലയമാകുന്ന കൃപാകാലത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ്റെ ദേവാലയം മന്ദിരത്തിലേക്ക് ദൈവം വന്നു. അതാണ് ഈ ശരീരത്തെ വിശുദ്ധിയിലും വേർപാടിലും ഒക്കെ സൂക്ഷിക്കണമെന്ന് ആഴമുള്ള ദൈവവചനം പഠിക്കുന്നവർ പറയുന്നത്. അപ്പോൾ ഞാൻ ആ സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല. വിശുദ്ധിയും വേർപാടും സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ ദൈവം വാസം മാറ്റി 5-ാമത്തെ ദേവാലയത്തിലേക്ക്. 4-ാമത്തെ ദേവാലയമാകുന്ന തിരശ്ശീല കീറിക്കളഞ്ഞു. AD 70 അവരുടെ ദേവാലയം ചുട്ടുകരിക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. വരുമാനിക്കുന്ന പ്രഭു എന്ന് പറഞ്ഞാൽ ആൻറ്റിക്രൈസ്റ്റ് വരുന്നത്
വരുന്നത് ഈ 10 രാജ്യ ഫെഡറേഷനിലും, അതുകൂടാതെ ബാബിലോണ്യ, മേദ്യ പേർഷ്യ, ഗ്രീക്ക്, റോമൻ, ഈ ആധിപത്യത്തിനകത്തു നിന്നുള്ള ഒരു 10 രാജ്യ ഫെഡറേഷനാണ് വരാൻ പോകുന്നത്. അത് ഈ മിഡിൽ ഈസ്റ്റും എല്ലാം ചേർന്നുള്ള രാജ്യങ്ങളാണ് വരാൻ പോകുന്നത്. അതിനകത്തു നിന്നാണ് ഒരു ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ പോലെ ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. ആ ആളാണ് ആൻറ്റി ക്രൈസ്റ്റ്. ആ ആള് ഇവിടെ ഇസ്രയേലിനോട് ആദ്യം സഖ്യത ചെയ്യും, അങ്ങനെ അവർ പ്രവർത്തിക്കും. അപ്പോൾ ആ വരുന്ന പ്രഭുവാകുന്ന ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പടജനം എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിലെ തീത്തോസ് ആകുന്ന സൈന്യാധിപൻ, പിന്നെ അദ്ദേഹം ചക്രവർത്തിയാകുന്നു. തീത്തോസ് ആകുന്ന സൈന്യാധിപൻ AD 70 വന്ന് യെരുശലേം ദേവാലയത്തെ കുത്തി നശിപ്പിച്ച് ഇടിച്ചു കളഞ്ഞു. കാരണം അതിൻ്റെ അറകളിലും കല്ലിനിടയിലുമൊക്കെ സ്വർണ്ണക്കട്ടികളുണ്ടെന്നുള്ള കിംവദന്തി ഉണ്ടായിരുന്നു. ആ ദേവാലയം ഇന്ന് വരെ പണിയപ്പെട്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇപ്പോൾ 1948 ശേഷം ഇസ്രയേലിനോട് ഏതാണ്ട് അനേക രാജ്യങ്ങൾ കൂടി 48-ലെ 67-ലെ ഇപ്പോൾ 2023-ലെ അങ്ങനെയാണ് പ്രധാനമായിട്ട് 7-8 മെയിൻ യുദ്ധങ്ങൾ നടന്നു. അതിൽ ഏറ്റവും വലിയ യുദ്ധമാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം അവർ ആരോടൊക്കെയാണ് പോരടിക്കുന്നത്? ഹമാസിനോട്, ഹിസ്ബുള്ളയോട്, ഹൂതികളോട്. ലെബനാൻ്റെ രാജാവ് വിട്ട് ഓടിപ്പോയി, സിറിയൻ രാജാവ് ഓടിപ്പോയി, ഭരണം ഇവിടെ എല്ലാം മാറി. സിറിയയിലും ലെബനാനിലും, ലെബനാൻ്റെയും സിറിയയുടെയും അനേക കിലോമീറ്റർ ഭൂപ്രദേശം ഇസ്രയേൽ ഇപ്പോൾ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും യുദ്ധങ്ങൾ നടക്കുക. അമേരിക്ക ഇറാനുമായിട്ടൊരു പീസ് ട്രീറ്റി ഉണ്ടാക്കിയെങ്കിൽ എങ്ങുമല്ല നിൽക്കാതെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന സാധാരണ 3 വർഷമായിട്ട് ഇസ്രയേൽ യുദ്ധം ചെയ്യുക. ഓർക്കണം, 21,000 ശിഷ്ടം സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു കുഞ്ഞു രാജ്യമാണ്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പകുതി മാത്രമേ ഉള്ള രാജ്യം. ആ രാജ്യത്തോട്ട് ഇറാൻ ആകുന്നത് നോക്കിയിട്ട് ഒരു നല്ല ബാലിസ്റ്റിക് മിസൈലോടെ വീഴിക്കാൻ പറ്റിയില്ല. അവർ ഇൻട്രസ്റ്റ് ചെയ്തതിൻ്റെ എല്ലാം തുക്കടകളും അവശിഷ്ടങ്ങളും വീണ് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നോട്ടെ, ഇറാൻ ജയിക്കട്ടെ, ആരും ജയിക്കട്ടെ, നമുക്കിതിനകത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നീതിയും സമാധാനവും സന്തോഷം ഉണ്ടാകണം. ഇവിടുത്തെ ഇസ്ലാമിക സഹോദരന്മാരെല്ലാം നമ്മുടെ സഹോദരന്മാരാണ്, ഹിന്ദുക്കൾ നമ്മുടെ സഹോദരന്മാരെ, എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നമ്മുടെ അപ്പച്ചനമ്മച്ചിമാരിൽ നിന്നും വിഭാഗിക്കപ്പെട്ടു പോയവരാ. ആരോടും നമുക്ക് പിണക്കമില്ല. പക്ഷേ ഇവിടെ ബോംബുണ്ടാക്കുകയും കുറുവടി കൊണ്ട് ജാഥ നടത്തുകയും ചെയ്യുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. നമ്മളെല്ലാം സഹോദര സ്നേഹത്തിൽ ഐക്യമത്യപ്പെട്ട് ജീവിക്കണം. അനീതി ആര് കാണിച്ചാലും അനീതി എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഇവിടെ ഈ വരുവാനിരിക്കുന്ന പ്രഭുവാകുന്ന ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പടജനം AD 70 വന്ന് യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഞാൻ ഇത്രയും പറഞ്ഞത്, ഇത്ര വലിയ ടെക്നോളജിയുള്ള അമേരിക്ക മുഴുവനും യൂറോപ്പ് മുഴുവനും ഇസ്രയേലിൻ്റെ കയ്യിലാണ്. ലോകത്തിലെ മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും നിങ്ങൾക്കറിയാം ഇസ്രയേലികളെ, യഹൂദന്മാരാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് അവിടെ ഒരു ദേവാലയം പണിയാൻ പറ്റത്തില്ല. ഇപ്പം നിയർ അബൌട്ട് 48 അവർ രാഷ്ട്രമായതാണ്. അങ്ങനെയെങ്കിൽ നിയർ അബൌട്ട് 78 വർഷം ആയി അവർക്ക് രാജ്യമായിട്ട്. 78 വർഷത്തിനിടയിൽ അവർക്ക് അവരുടെ ദേവാലയം പണിയാൻ പറ്റത്തില്ലായിരുന്നു. പറ്റുമായിരുന്നു ദൈവമക്കളെ. പക്ഷെ എന്താണ് പണിയാഞ്ഞെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തീകരണം വരണം, ടൈം വരണം, അന്നേ അത് പണിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ബൈബിളിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ആക്ഷരികമായി നിറവേറുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, ആദ്യം ഒരു 7 ആഴ്ചവട്ടം, പിന്നെ അത് 7 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 49 ദിവസങ്ങൾ അതിനെ വർഷമാക്കണം. പിന്നെ ഒരു 62 ആഴ്ചവട്ടം അതിനെ ദിവസമാക്കി അതിനെ വർഷമാക്കണം. അങ്ങനെ 7 + 62 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 483 ദിവസമാണ്. അതിനെ പ്രവചനികമായി വർഷമാക്കുമ്പോൾ 483 വർഷം. കോരേശ് രാജാവിൻ്റെ കൽപ്പന മുതൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെ 483 വർഷമെന്നുള്ളത് കൃത്യമായിട്ടും അടുത്ത എപ്പിസോഡിൽ ഞാനത് കൂട്ടി കണക്കാക്കി ബൈബിളിൽ നിന്ന് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ എപ്പിസോഡ് കണ്ടിട്ടുള്ളവരെല്ലാം അടുത്ത എപ്പിസോഡ് കാണാൻ ശ്രമിക്കണമേ. അത് കഴിഞ്ഞിട്ട് ഈ 69 ആഴ്ചവട്ടം കഴിഞ്ഞല്ലോ. അപ്പോൾ ദാനിയേലിനോട് പറഞ്ഞ 70 ആഴ്ചവട്ടമല്ലേ? അങ്ങനെയെങ്കിൽ ഒരാഴ്ചവട്ടം ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ 7 ദിവസം. അതിനെ വർഷമാക്കുമ്പോൾ 7 വർഷം. ആ 7 വർഷമാണ് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ
വരണം. ഇതിനിടയ്ക്കാണ് ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടു. ആർക്കാണ് ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടത്? ഇസ്രയേലിന്. അവർക്ക് ദേവാലയമില്ല, ഹോമയാഗമില്ല, പാപയാഗമില്ല, അകത്യയാഗമില്ല, സമാധാനയാഗമില്ല, ഒന്നുമില്ല. അവർക്കിതൊന്നുമില്ല. പക്ഷെ അവർക്ക് പണിയാമായിരുന്നു. പക്ഷെ പണിയാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ സമയം. കാരണം കൃത്യമായ കാലക്കണക്കിലാണ് ബൈബിൾ മുൻപോട്ട് പോകുന്നത്. ആ ബൈബിളിലെ ഓരോ ദിവസം വെച്ച് ഇത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവജനമേ, ഇങ്ങനെയാണ് 7 വർഷത്തിൻ്റെ കണക്ക് ഇവിടെ വരുന്നത്. അതിനെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് 3.5 വർഷത്തിൻ്റെ 2 ഡിവിഷൻ കാണാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ൽ കാലം, കാലങ്ങൾ, കാലാംശം. കാലം എന്ന് പറഞ്ഞാൽ 1 വർഷം, കാലങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വർഷം, കാലാംശം 1/2 വർഷം, 3.5 വർഷം. കാരണം 7 വർഷത്തിന് 2 ഡിവിഷനാണ് 3.5 വർഷത്തിൻ്റെ. ദാനിയേൽ പ്രവചനം 8-14 2300 സന്ധ്യ ഉഷസ്സും എന്നുള്ളൊരു കണക്ക് കാണാൻ വേണ്ട 6.5 വർഷത്തിൻ്റെ ഒരു കണക്ക് അവിടെ കാണാൻ കഴിയും. ദാനിയേൽ പ്രവചനം 12-12 1390 ദിവസം എന്ന് കാണാം. ദാനിയേൽ പ്രവചനം 12-12 തന്നെ 1335 ദിവസം എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ ഒരു 3.5 വർഷത്തിൻ്റെ കണക്ക് അവിടെയും കാണാം. വെളിപ്പാട് പുസ്തകം 11-2-3 42 മാസം ജാതികൾ അതിനെ ചവിട്ടുമെന്ന് പറയുമ്പോൾ 3.5 വർഷമെന്ന് കാണാം. ഇങ്ങനെ 7ൻ്റെയും 3.5യുടെയും പല ഡിവിഷൻസ് ബൈബിളിലുണ്ട്. അടുത്ത എപ്പിസോഡുകൾ കൊണ്ട് നമുക്കത് ചിന്തിക്കാം. ഇങ്ങനെയാണ് 7 വർഷത്തിൻ്റെ കണക്ക് വരുന്നത്. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ പ്രവചന നിവൃത്തി ഈ ഭൂമിയിൽ നടക്കുന്നതോർത്ത് സന്തോഷിച്ചുകൊണ്ടും ആനന്ദിച്ചുകൊണ്ടും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമായി നന്ദി പറഞ്ഞുകൊണ്ടും ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. वीडियोस बनाने हैं, फिल्मोरा है ना।